ഹലോ പ്ലീസ് വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് മൈ ലവ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ മഹാരാജ എന്ന മൂവിയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ വെച്ച് ലേറ്റ് ആകണ്ട, നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഈ സിനിമ ഡയറക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥിലൻ സ്വാമിനാഥൻ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. സിനിമറ്റോഗ്രാഫി ആണെങ്കിൽ നമ്മുടെ ദിനേശ് പുരുഷോത്തമൻ. റൈറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ ഒരു മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ സ്റ്റോറി എങ്ങനെ എഴുതി വെച്ചിരിക്കണെന്ന് നമുക്ക് തന്നെ തോന്നുന്നു. ഇദ്ദേഹം ഇത് എങ്ങനെ മൈൻഡിൽ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വന്നു ഇന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു. അമ്മാതിരി സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ പോലീസ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ ബി അജ്നേഷ് ലോകനാഥ്. പുള്ളി നമ്മുടെ അനിരുദ്ധിനേക്കാൾ ഇടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമിത മോഹൻദാസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആക്ടർ ബട്ട് ചെറിയൊരു സ്ക്രീൻ ടൈം മാത്രമേ വന്നിട്ട് പോകുന്നത്. നെക്സ്റ്റിന് സബ്ജക്റ്റിലോട്ട് വരാം. വിജയ് സേതുപതിയുടെ 50ാമത് മൂവിയാണ് നമ്മുടെ ഈ ഒരു മഹാരാജ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം 50ാമത്തെ മൂവി ആണെങ്കിലും അത് 50ാമത്തെ മൂവിയാണെന്ന് തെളിയിക്കുന്ന രീതിക്കാണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കാക്കി നമ്മൾ ഇതുവരെ കണ്ടുവന്ന സേതുപതി അല്ല ഇത് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പറയാൻ. കണ്ടുപോകണം. നല്ലൊരു സിനിമ വരുന്നു, അങ്ങനെ തുടങ്ങുന്നു. വിജയ് സേതുപതിയുടെ വൈഫായിട്ട് ഇതിൽ വരുന്നത് നമ്മുടെ ദിവ്യ ഭാരതിയാണ്. വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ മാത്രമേ വരുന്നുള്ളൂ ദിവ്യ ഭാരതിക്ക് മൂവിയിലേക്ക്. മഹാരാജ എന്ന ആ ഒരു ക്യാരക്ടർ വിജയ് സേതുപതി സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ആക്ടറിന്റെ അല്ല ആ ഒരു മഹാരാജ എന്ന ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ആ ക്യാരക്ടറിന്റെ പവർ ആദ്യം തൊട്ട് അവസാനം വരെ അതിൽ കാണിക്കുന്നുണ്ട്. വിജയ് സേതുപതിന്റെ ഓരോ എക്സ്പ്രഷൻസ് ആയാലും എല്ലാം റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിക്കുള്ള ഓരോ സീക്വൻസുകളും. അതേപോലെ വിജയ് സേതുപതി ആ ഒരു പേരിന് എന്തുകൊണ്ടും ചേർന്ന ഒരു ക്യാരക്ടർ പോലെ നമുക്ക് തോന്നും. മനസ്സിലായോ? അത്രയ്ക്ക് പവറാണ് അതിന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എങ്ങനെ നിങ്ങൾക്കത് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് ഇമോഷൻസ് ഉണ്ട്. എങ്കിലും ആ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ആവാത്ത രീതിക്കാണ് ഈ മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരുപാട് അടുത്ത് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫൈറ്റൊക്കെ ആയാലും ഒറിജിനൽ തന്നെ നമുക്ക് തോന്നുള്ളൂ. ഞാൻ പറഞ്ഞു അതൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ പവർ നമുക്ക് അതിൽ തെളിയിക്കും. ആ ഒരു റിയാലിറ്റി അതിൽ തെളിയിക്കും. അങ്ങനത്തെ രീതിക്കുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അങ്ങനെയാണ് ഇത്. വയലൻസ് ഒരുപാടുണ്ട്, വെട്ട് കുത്ത് അതെല്ലാം ഉണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം. എന്തുകൊണ്ടെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടി. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള താഴെ കമന്റ് ബോക്സിലും കൂടെ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എനിക്ക് പേഴ്സണലി ചെറുതായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഞാൻ മിക്ക സിനിമയിലും ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നേ പറയുള്ളൂ. ഇതെനിക്ക് നല്ലോണം ചെറുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ എനിക്ക് തോന്നി. അപ്പോൾ നല്ല മൂവി റിവ്യൂസിനും ലേറ്റസ്റ്റ് ടെക് റിവ്യൂസിനുമായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. വേറെ ഒന്നും പറയില്ല. ദിസ് ഇസ് മീ സൈനിങ് ഔട്ട്.